നഗരം ഉറങ്ങുമ്പോൾ തെരുവിലുറങ്ങുന്നവർ. നമ്മൾ പുതച്ചു മൂടി സുഖമായിട്ട് ഉറങ്ങുമ്പോൾ ഒട്ടും സുരക്ഷിതമല്ലാത്ത നിരത്തുകളിൽ ഉറങ്ങുന്ന നൂറുകണക്കിന് ആളുകൾ നമുക്കിടയിലുണ്ട്. അവരും മനുഷ്യരാണ്. ചീറിപ്പാഞ്ഞു വരുന്ന വാഹനങ്ങൾക്ക് മുമ്പിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട് ജീവിതം കൂട്ടിക്കഴിക്കുന്നവർ. കോഴിക്കോട് നഗരത്തിലെ രാത്രി കാഴ്ചയിലേക്ക്. നമ്മളെല്ലാവരും കിടന്നുറങ്ങുന്ന ഘട്ടത്തിൽ രാത്രിയിൽ ഒട്ടും സുരക്ഷിതമല്ലാതെ കിടന്നുറങ്ങുന്ന കുറേ അധികം ജീവിതങ്ങളുണ്ട്. അത്തരത്തിൽ കോഴിക്കോട് നഗരത്തിൽ നിന്നുള്ള ജീവിതങ്ങളെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ പരിചയപ്പെടുത്തുന്നത്. ഞാൻ നിൽക്കുന്നത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന് സമീപത്താണ്. ഭയങ്കര തിരക്ക് പിടിച്ച ഒരു ഇടമാണ്. അത് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ല, എപ്പോഴും വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുന്ന ഒരിടമാണ്. ഇപ്പൊ ഞാൻ നിന്നത് റെയിൽവേ സ്റ്റേഷന് സമീപത്താണ്. അതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇപ്പൊ നമ്മൾ ഈ കുറെ അധികം മനുഷ്യരെ കാണുന്നത്. അതായത് ഇവിടെ തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളുണ്ട്, അതുപോലെ തന്നെ മറ്റ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ അവരൊക്കെ തന്നെ വിവിധ ജോലികൾ അന്വേഷിച്ച് വന്നവരാണ്, ജോലി കഴിഞ്ഞിട്ട് വന്ന് കിടക്കുന്നവരാണ്, അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കാത്ത് ഇവിടെ വന്ന് കിടന്നുറങ്ങുന്നവരാണ്. അങ്ങനെ ഉപജീവന മാർഗം കണ്ടെത്താനായിട്ട് വന്നിട്ടുള്ള ആളുകളാണ്. നമുക്കറിയാം, നമുക്ക് മുന്നിൽ കുറെ അധികം ജീവനുകൾ പൊലിഞ്ഞ ഒരു സാഹചര്യമുണ്ട്. ആ ഒരു ഘട്ടത്തിൽ വീണ്ടും ഇത്തരത്തിൽ പാതയോരങ്ങളിൽ കിടക്കുന്ന ആളുകളുടെ സുരക്ഷിതത്വം, അല്ലെങ്കിൽ അവരുടെ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുകയാണ്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ ഈ കാഴ്ചകൾ നമ്മൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് കാണാം, നമ്മുടെ ദൃശ്യങ്ങളിൽ കാണാം, നമ്മൾ ഇതുപോലെ ഈ ലോറികൾ ഡെയിലി ഇതുവഴി കടന്നു പോകാറുണ്ട്. അതുപോലെ തന്നെ ബസ് വലിയ രീതിയിൽ കടന്നു പോകാറുണ്ട്. അതുപോലെ തന്നെ ഓട്ടോ, അതുപോലെ തന്നെ മറ്റ് ഇരുചക്ര വാഹനങ്ങളൊക്കെ ഇതുവഴി കടന്നു പോകുന്ന ഒരിടമാണ്. അത്തരം ഇടങ്ങളിൽ കിടക്കുന്ന ഘട്ടത്തിൽ ഇത്തരം ആളുകളുടെ സുരക്ഷിതത്വം അത് വലിയൊരു ചോദ്യമാണ്. എന്തായിട്ട് എന്ത് വേല പണുങ്ങ? தோட்ட வேலை. டெய்லி இந்த இடத்துல தூங்க? டெய்லி இந்த இடத்துல சேஃபானா? இல்லை, கொசு தான் அப்படி பார்த்து போகணும். നമുക്ക് കാണാം, ഇതാ നിരനിരയായിട്ട് ഒരുപാട് പേര് ഇങ്ങനെ കിടന്നുറങ്ങുകയാണ്. അവർ അതിൻ്റെ ഇടയിലൂടെ പലതരത്തിലുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. പക്ഷേ അതൊന്നും അവർ അറിയുന്നില്ല. അവരുടെ ഒരു ദിവസത്തെ അധ്വാനത്തിൻ്റെ ആ ഒരു ബാഗ്, അല്ലെങ്കിൽ ആ ഒരു പണം കയ്യിൽ വെച്ച്, അല്ലെങ്കിൽ തലയുടെ ഭാഗത്ത് വെച്ച് കിടന്നുറങ്ങുന്ന ഒരുപാട് ജീവിതങ്ങളാണ്. വല്ലപ്പോഴൊക്കെ ആയിട്ട് നാട്ടിൽ പോകുന്ന ആളുകളുണ്ട്, അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയ ആളുകളുണ്ട്. അപ്പം അത്തരം ചില ആളുകളുടെ പ്രതികരണങ്ങൾ കൂടി നമുക്കൊന്ന് കേൾക്കാം. കിतना ഇയർ കേരള? काफ़ी साल हो गए। व्हाट जॉब? शटर रिपेयरिंग। शटर रिपेयरिंग डेली? इधर नहीं, अभी आया, थोड़ा रेस्ट, बाद में फिर ट्रेन पकड़ेगा जाएगा. എങ്ങനെയാണ് ഇങ്ങനെ വഴിയോരങ്ങളൊക്കെ കിടക്കുന്ന ആൾക്കാരുടെ അവസ്ഥ? ടെൻഷൻ കൊണ്ട് ചെയ്തു കിടക്കാന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇവിടെ കിടക്കുന്നത് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. കാരണം റോഡ് നമുക്ക് ശാശ്വതമല്ല, വീട് ശാശ്വതമുള്ളൂ. കിടക്കുന്ന കാണുമ്പോൾ നമുക്ക് തന്നെ ടെൻഷൻ ഉണ്ട്. കാരണം ഇവിടെ വന്നിങ്ങനെ പല നാട്ടിൽ നിന്ന് വന്ന് ഇവിടെ കിടക്കുമ്പോൾ നമുക്ക് തന്നെ ടെൻഷൻ ഉണ്ട് പല വിധത്തിൽ. നമ്മൾ ഈ അവസ്ഥയിൽ കിടക്കുന്നത് നോക്കണ്ട. കാരണം വീട്ടിൽ ചെറിയ പേരിൽ മാത്രം നമുക്ക് കിടക്കുന്നത്. നമ്മളിപ്പോൾ കണ്ട പ്രതികരണങ്ങളൊക്കെ ഇവിടെ ഈ പാതയോരങ്ങളിൽ കിടന്നുറങ്ങുന്ന ആളുകളുടെ പ്രതികരണങ്ങളാണ്. ഇത്തരത്തിൽ ഓരോ ദിവസം കൂടുന്തോറും കുറേ അധികം ആളുകളാണ് ഇത്തരം ഈ നഗരമേഖലകളിലേക്ക് ഈ പാതയോരങ്ങളിൽ കിടന്നുറങ്ങാനൊക്കെ ആയിട്ട് വരുന്നത്. എന്തായാലും ഇത്തരം ഇടങ്ങളിൽ കിടക്കുന്ന ഒരുപാട് ജീവനുകളുണ്ട്. അവർക്കൊക്കെ തന്നെ സംരക്ഷണം ലഭിക്കണം. അതിനു വേണ്ട നടപടികൾ നമ്മളുടെ അധികൃതർ സ്വീകരിക്കുകയും വേണം. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ക്യാമറമാൻ രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം ഷഹദ് റഹ്മാൻ, 24.